ചക്ക ബിരിയാണി. യെസ്, ജാക്ക് ഫ്രൂട്ട് ബിരിയാണി. നാട്ടിൽ ചക്കുപ്പേരി, ചക്ക ചിപ്സ്, ചക്കപ്പുഴുക്ക്, ചക്ക പായസം, അങ്ങനെ ചക്കേൻ്റെ ഒരുപാട് വിഭവങ്ങളുണ്ടെങ്കിലും ചക്ക ബിരിയാണി ഞാൻ നാട്ടിൽ കഴിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഇവിടെ ആന്ധ്രാപ്രദേശിൽ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ചക്ക ബിരിയാണി. അപ്പം നമുക്ക് നോക്കിയാലോ. ബിഫോർ ഗോയിങ് ടു ദ വീഡിയോ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദിസ് ഈസ് SK and you're watching SK's Vlogs. Please do subscribe and support me. സോ ഇന്നത്തെ ഈ ഒരു ചക്ക ബിരിയാണി ഉണ്ടാക്കുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മിന്നു ആണ്. സോ അപ്പോൾ നമുക്ക് കണ്ടാലോ. ആദ്യം ചക്കന് ഇതുപോലെ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്യണം. ഫിഷൊക്കെ മാരിനേറ്റ് ചെയ്യുന്ന പോലെ ടർമറിക്കും ചില്ലി പൗഡർ, സോൾട്ട് ഇട്ടിട്ട് വേണം മാരിനേറ്റ് ചെയ്യാൻ. എന്നിട്ട് മാരിനേറ്റ് ചെയ്ത ചക്കേനെ ഇതുപോലെ ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സോ കണ്ടില്ലേ, ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് വേണം എടുക്കാൻ. ഇനി നമുക്ക് ഫ്രൈഡ് ഓണിയൻസിന് വേണ്ടിയിട്ട് ഓണിയൻസ് ഗ്രേറ്റ് ചെയ്യാം. കട്ട് ചെയ്യാതെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്താൽ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും. അങ്ങനെ തിൻ സ്ലൈസ് ആയിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഇപ്പോൾ ഒരു കടായിൽ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. ഓണിയൻ ഫ്രൈ ചെയ്യാനുള്ള ഓയിലാണിത്. ഓയിൽ ചൂടായ ശേഷം ഇതിലേക്ക് ഓണിയൻസ് ഇട്ടിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്ന വരെ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഓണിയൻ ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ നിന്ന് കുറച്ച് ഓയിൽ വേറൊരു കടായിലേക്ക് ഒഴിക്കുന്നു. നമ്മൾ എൻറ്റയർ പ്രോസസ്സിൽ ഓയിൽ വീണ്ടും എടുക്കുന്നില്ല, സെയിം ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പച്ചമുളക്, കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ സവോള, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ട് സോട്ട് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി, ഇച്ചിരി ടർമറിക് പൗഡർ, എന്നിട്ട് ഒരു സ്കൂപ്പ് തൈര്. ഇതെല്ലാം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കാം. എല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ജാക്ക് ഫ്രൂട്ട് പീസസ് ചേർക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ജാക്ക് ഫ്രൂട്ട് പീസസ് ആണ്. അതെല്ലാം കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ഓണിയൻസിൽ നിന്നും കുറച്ച് ഓണിയൻ എടുത്തിട്ട് ഇതിൻ്റെ മേലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ദമ്മിനുള്ള ചക്ക റെഡിയായി കഴിഞ്ഞു. ഇനി ബിരിയാണിയിലേക്കുള്ള റൈസ് പ്രിപ്പയർ ചെയ്യാം. അതിനു വേണ്ടി ഇവിടെ റൈസ് നേരത്തെ വാഷ് ചെയ്തിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചായിരുന്നു. ഇപ്പോൾ റൈസ് കുക്ക് ചെയ്യാനുള്ള വെള്ളത്തിലേക്ക് ഹോൾ സ്പൈസസ് ചേർക്കാം. 2 പച്ചമുളക്, എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് കൂട്ടുക കുറയ്ക്കുക ചെയ്യാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ആവശ്യത്തിന് സോൾട്ട് ഉണ്ടോയെന്ന് ടേസ്റ്റ് നോക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ബിരിയാണിക്ക് ടേസ്റ്റ് വരത്തില്ല. സോൾട്ട് എപ്പോഴും കുറച്ചൊന്ന് കൂടുതൽ ഉണ്ടാവണം. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും മിൻറ്റ് ലീവ്സും പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു നാരങ്ങ നീരും കൂടി പിഴിഞ്ഞതിന് ശേഷം അരി ഇട്ടിട്ട് വേവിച്ചെടുക്കണം. ഒരു 80% വെന്താൽ മതി. ഇങ്ങനെ ഇതിലേക്ക് കാഷ്യൂ നട്ട്സും കൂടി ചേർക്കുകയാണ്. മീൻവെൽ നമ്മൾ ചക്ക റെഡിയായി കഴിഞ്ഞു. അങ്ങനെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇനി ദം ഇടാനുള്ള ഒരു പാത്രം റെഡിയാക്കി വെക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ആദ്യം ഒഴിക്കുന്നു. ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ചക്ക കുറച്ചായിട്ട് ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നു. സെയിം ചിക്കൻ ബിരിയാണിക്ക് ദമ്മിടുന്ന പോലെ തന്നെയാണ്. ഞാൻ ആദ്യം ചക്കയുടെ പീസസ് എല്ലാം കൂടി ഒരു ലെയറായിട്ട് വെച്ചു. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ നെയ്യ് ചേർക്കുന്നു. പിന്നെ മല്ലിയിലയും മിൻറ്റ് ലീവ്സും ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് 80% കുക്കായ റൈസ് ചേർക്കാം. അങ്ങനെ ഒരു ലെയർ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു ലെയറും കൂടി ചേർക്കുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഫ്രൈഡ് ഓണിയൻസും മല്ലിയിലയും മിൻറ്റ് ലീവ്സും കൂടി ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ചക്കയുടെ ഗ്രേവി ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ ലെയറായിട്ട് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് ഒരു 5 minutes ദം ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ നമ്മൾ റൈസ് ദമ്മായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ ആൻഡ് ഈസിയായ ചക്ക ബിരിയാണി റെഡിയായി കഴിഞ്ഞു. ഇവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വെജിറ്റേറിയൻസ് ആയിട്ട് ബിരിയാണി കഴിക്കാൻ പറ്റുന്നില്ല എന്ന് ഒരു വിഷമമുണ്ടോ? എങ്കിൽ ഇതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. അങ്ങനെ വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയ ചക്ക ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് സൈഡ് ഡിഷായിട്ട് വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയ ഒരു മഷ്റൂം കറി നോക്കാം. അതിനു വേണ്ടി ഇവിടെ ഒരു കടായിൽ ആവശ്യത്തിന് ഓയിൽ ചേർത്തിട്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞ സവോളയും കൂടി ചേർക്കുന്നു. പിന്നെ 2 പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്,
ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. സവോള ഗോൾഡൻ ബ്രൗൺ കളറിൽ വരണം. മീൻവെയിൽ നമുക്കൊരു പേസ്റ്റ് തയ്യാറാക്കാം. അതിനു വേണ്ടി തേങ്ങ, കൊത്തമല്ലി, സ്പൈസസും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ചെയ്യുന്ന പേസ്റ്റാണ്. ഇതിനെ ഈ ഒരു സവോളയിലേക്ക് ചേർത്തിട്ട് അതിലേക്ക് മഷ്റൂംസും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്തെടുക്കണം. ആ ഒരു ക്ലിപ്പ് ഞാനിതിൽ ചേർക്കാൻ വിട്ടുപോയതാണ്. അങ്ങനെ അവസാനം അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് അതിനെ ഈ ഒരു മഷ്റൂംസിലേക്ക് ഒഴിച്ച് മൂടി വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആൻഡ് ഈസിയായ മഷ്റൂം കറി റെഡിയായി കഴിഞ്ഞു. സോ വളരെ സിമ്പിൾ ആൻഡ് ഈസിയായ ചക്ക ബിരിയാണി ആൻഡ് മഷ്റൂം കറിയാണ്. That's all for today. See you all with another video. Please do subscribe and support me. Thank you so much for watching. Bye bye.